പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 13ാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. 13ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് 4ാം പെരുന്നാളാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ ഉദ്ഹിയ്യത്തിൻ്റെ കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ അതായത് മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം വരെ ആണ് നമുക്ക് ഉദ്ഹിയ്യത്തിൻ്റെയും അതുപോലെ തന്നെ തക്ബീർ ചൊല്ലാനുള്ള അവസരം ഉള്ളത്. ഇന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാനും നമുക്ക് 2 കാര്യം പഠിക്കാം. ഒന്നാമത്തേത് ഒരു ചെറിയ ദുആയാണ്. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഒരു 3 വട്ടം ഏതെങ്കിലും ഒരു സമയത്ത് ഇൻഷാ അള്ളാഹ് ഈ ദുആ ഒരു 3 വട്ടം നമ്മൾ പറഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ, ആ ഇസ്മ ഇൻഷാ അള്ളാഹ് ഇന്ന് പഠിപ്പിച്ചു തരാം. അതൊരു നമുക്കെന്താ കൈ മുതലാൻ, നമ്മുടെ പേഴ്സ് നമ്മളെപ്പോഴും കയ്യിൽ പിടിക്കുന്നത് പോലെ, നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളെപ്പോഴും കയ്യിൽ പിടിക്കുന്നത് പോലെ നമുക്കെപ്പോഴും കയ്യിൽ പിടിക്കാൻ പറ്റിയാൽ അതെപ്പോഴും നമുക്ക് സഹായകമാകുന്ന ഒരു പ്രശ്നത്തിനും നമ്മൾ പോയി ചാടാൻ ഒരു അവസരം ഉണ്ടാവില്ല ഈ ഇസ്മ മുറുകെ പിടിച്ചാൽ. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദേഷ്യം കിട്ടുന്ന, അള്ളാഹുവിൻ്റെ ശാപം കിട്ടുന്ന 4 വിഭാഗം ആളുകളുണ്ട്. റബ്ബ് നമ്മളെ കാക്കട്ടെ. ഈ 4 സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ സ്വഭാവം മാറ്റണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയ്യത്തായി കമൻ്റായി രേഖപ്പെടുത്തുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ കൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരണപ്പെടാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 13ാമത്തെ ദിവസമാണ്. അതായത് ഇന്ന് 4ാം പെരുന്നാളാണ്. ഇന്ന് ഞായറാഴ്ച 4ാം പെരുന്നാൾ ദിവസം. ഇന്നത്തെ അസറോടുകൂടി, ഇന്നത്തെ മഗ്‌രിബിന് തൊട്ട് മുമ്പ് വരെയാണ് നമ്മൾ തക്ബീർ കൂടുതലായി പറയേണ്ട ആ സുന്നത്തായ ആ ഒരു കർമ്മം അവസാനിക്കുന്നത് ഇന്നത്തെ മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം വരെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പരമാവധി നിസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത സമയത്തുമൊക്കെ ധാരാളമായിട്ട് തക്ബീർ അധികരിപ്പിക്കുക. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, സ്കൂളുകളൊക്കെ തുറക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ മക്കൾ പുതിയ ബാഗും അതുപോലെ ബുക്കുകളും പുതിയ യൂണിഫോം ഒക്കെ ധരിച്ച് സ്കൂളുകളിലേക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുന്ന സമയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല പഠനം അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. മാതാപിതാക്കൾ പ്രത്യേകമായി മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹുവിനെ മഹത്വവൽക്കരിക്കുന്ന ഏറ്റവും വലിയ വാക്കാണ് അല്ലാഹു അക്ബർ. അല്ലെ, നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടുന്നത് അല്ലാഹു അക്ബർ പറഞ്ഞാണ്. അല്ലെ, റുകൂഇലേക്ക് പോകുന്നത് അല്ലാഹു അക്ബർ പറഞ്ഞാണ്. അതുപോലെ സുജൂദിലേക്ക് പോകുന്നത് സുജൂദിന്. അപ്പോൾ നിസ്കാരത്തിൽ തന്നെ നമ്മൾ എത്രയോ പ്രാവശ്യമാണ് അല്ലാഹു അക്ബർ. അതുപോലെ ബാങ്ക് വിളി, അല്ലെ, ബാങ്ക് വിളിയിലും നമ്മൾ പറയുന്നു അല്ലാഹു അക്ബർ. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അവന്റെ അടിമ പറയുന്ന വാക്കുകളിൽ കേൾക്കാൻ ഇഷ്ടമുള്ളൊരു വാക്കാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലാഹു അക്ബർ എന്നല്ല പറയേണ്ടത്. എങ്ങനെ? അല്ലാഹു അക്ബർ. നമ്മൾ ഈ അല്ലാ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലാ എന്ന് പറയേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഈ നാവിൻ്റെ അഗ്രഭാഗം നമ്മുടെ ഈ മുൻപല്ലിൻ്റെ ഉൾഭാഗം, അതിൻ്റെ മുൻപല്ലിൻ്റെ മുകളിൽ തട്ടണം. അല്ലാഹ്. മുൻപല്ലിൻ്റെ ഈ 2 മുൻപല്ലില്ലേ, അതിൻ്റെ ഉൾഭാഗത്തിൻ്റെ മുകളിൽ തട്ടണം. അല്ലാഹ്. അങ്ങനെ പറയണം. അല്ലാഹു അക്ബർ. അപ്പോൾ തക്ബീർ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ്. നമുക്കൊരു 3 വട്ടം നമുക്ക് ആ തക്ബീർ ഒന്ന് പറഞ്ഞാലോ? കാരണം ഇന്നത്തെ മഗ്‌രിബോട് കൂടി ആ തക്ബീറിൻ്റെ ടൈം അവസാനിക്കുകയാണ്. പറഞ്ഞോ, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ പെരുന്നാൾ ദിവസത്തിലാണ്. പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷവും അതിൻ്റെ ഒരു എന്താ പറയുക പുതുമയൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെരുന്നാൾ ദിവസത്തിൽ ഇൻഷാ അള്ളാഹ് ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം. ഈ 4 പെരുന്നാൾ എന്താണ് സംഭവം? 4 പെരുന്നാൾ, ഒന്നാം പെരുന്നാൾ, രണ്ടാം പെരുന്നാൾ, മൂന്നാം പെരുന്നാൾ, നാലാം പെരുന്നാൾ അല്ലേ? അതായത് ദുൽഹിജ്ജ 10, 11, 12, 13. അതായത് ഈ ദുൽഹിജ്ജ 10ഓടെ, ദുൽഹിജ്ജ 10-ന് നമുക്ക് ബലിപെരുന്നാളാണല്ലോ. ഹാജിമാർക്ക് അന്ന് അതായത് മുടി മുറിച്ചുകൊണ്ട് അവർ ഹജ്ജിൽ നിന്നും താൽക്കാലികമായി വിരമിക്കുകയാണ്. എന്നിട്ട് ഈ പിന്നെയുള്ള ദിവസങ്ങളിൽ അവർ ദുൽഹിജ്ജ 10 കഴിഞ്ഞു, പിന്നെ 11, 12, 13 അവരെന്താണ് ഈ ജംറകളിൽ പോയി കല്ലേറ് നടത്തുന്ന കർമ്മം ഉള്ള ഒരു ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജ 11, 12, 13. അപ്പോൾ ആ ദിവസങ്ങളെയും കൂടി നമുക്ക് പെരുന്നാളാക്കി തന്നിരിക്കുകയാണ്. കാരണം എന്താ? പിശാചിനെ കല്ലെറിഞ്ഞോടിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും പിശാച് പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വലിയ ഖൈറാണ്, സന്തോഷമാണ്. നമുക്കൊരു സന്തോഷം വന്നാൽ നമ്മൾ പറയും ഓ പെരുന്നാൾ പോലെ എന്ന് പറയില്ലേ? അപ്പോൾ സന്തോഷമുണ്ടാവുക, ആ പുണ്യമായ അമലുകളൊക്കെ കഴിഞ്ഞ് നാടുകളിലേക്ക് ആ ഭാഗത്തുള്ള ഹറമിൻ്റെ ഭാഗത്തുള്ള ഹാജിമാരൊക്കെ നാട്ടിലേക്കൊക്കെ മടങ്ങാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ഹാജിമാരൊക്കെ ഈ വർഷം അവസാനത്തോടു കൂടിയാണ് ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് വരികയുള്ളൂ. അവർ പരിശുദ്ധമായ ഉംറ കർമ്മത്തിലും അതുപോലെ തന്നെ മദീന സിയാറത്തിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുകയായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, പെരുന്നാൾ നമുക്ക് അല്ലാഹു തആല ഈ ഇത്രയും ദിവസം നീട്ടി തന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഉദ്ഹിയ്യത്ത് കർമ്മം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നാം പെരുന്നാളിന് ഉദ്ഹിയ്യത്ത് അറുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം പല സ്ഥലത്തും നമുക്ക് ഉദ്ഹിയ്യത്ത് ഉണ്ടാകും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഓടിയെത്താനൊന്നും കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് ഒന്നാം പെരുന്നാളിന് അറുക്കുന്നവരുണ്ട്, രണ്ടാം പെരുന്നാൾ, മൂന്നാം പെരുന്നാൾ, ഇന്ന് ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ മഗ്‌രിബോട് കൂടി ഉദ്ഹിയ്യത്തിൻ്റെ ടൈം കഴിയുന്നു. അതുപോലെ തക്ബീർ ചൊല്ലേണ്ട പ്രത്യേകമായ ടൈം കഴിയുകയാണ്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, അതായത് ഹറമിൽ നിന്നും ഹജ്ജിൻ്റെ കർമ്മം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവുമൊക്കെ കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ ദേഷ്യം, അള്ളാഹുവിൻ്റെ കോപം അതൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് അവരവരുടെ നാടുകളിലേക്ക് വരുന്നത്. ഇതുപോലെ ഈ 4 പെരുന്നാൾ കഴിയുമ്പോഴും അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന, അള്ളാഹുവിൻ്റെ കരുണ കിട്ടുന്ന, അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്ന അടിമകളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. അതിന് പറ്റിയൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഉദ്ഹിയ്യത്ത് കർമ്മം. രണ്ടാമത്തേത് നമ്മൾ ചൊല്ലുന്ന തക്ബീർ കർമ്മം. ഈ 2 അമലുകളും എന്താണ്? അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ കുറക്കുകയും അള്ളാഹു തആലക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂട്ടുകയും ചെയ്യുന്ന അമലാണ്. ഇനി എൻ്റെ ഉമ്മച്ചിമാർക്കും ഉപ്പച്ചിമാർക്കും ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഇത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പ്രത്യേകം അവരുടെ കിതാബുകളിൽ പറഞ്ഞു തന്നൊരു ദുആയാണ്. ഒരു മനുഷ്യൻ ഈ ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ഒരുപാട് അധികരിക്കും. മാത്രമല്ല അള്ളാഹുവിൻ്റെ ദേഷ്യം, കോപം അതിനെ തൊട്ടുള്ള കാവലുണ്ടാകും. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു 3 വട്ടം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒന്ന് പറയണേ. കാരണം ഇത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ കുറക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷകളുണ്ട് അല്ലേ, ഖബറിൻ്റെ ശിക്ഷ, അതുപോലെ തന്നെ നരകത്തിൻ്റെ ശിക്ഷ, അതുപോലെ തന്നെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്തുള്ള മഹ്ശറിലെ ശിക്ഷ, അതിനെ തൊട്ടെല്ലാമുള്ള കാവൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദുആയാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വ മിൻ അദാബിൻ നാർ. ഒരൊറ്റ ചെറിയ ദുആയാണ്. അങ്ങനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വ മിൻ അദാബിൻ നാർ. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു മോശപ്പെട്ട മനുഷ്യനാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന 2 സ്ഥലങ്ങൾ, ഒന്ന് ഖബറാണ്, 2 നരകമാണ്. ഈ 2 സ്ഥലങ്ങളിലും രക്ഷപ്പെട്ട, അതായത് ഖബറിൽ രക്ഷപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ്.
ഖബറിൽ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടാനും അള്ളാഹുവിന്റെ കോപം, ദേഷ്യം അതൊക്കെ മാറിക്കിട്ടാനും അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്കുണ്ടാവാനും പറയേണ്ട ദുആയാണിത്. ഏത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ മിൻ അദാബിൻ നാർ. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയെ തൊട്ടും ഖബറിന്റെ അദാബിനെ തൊട്ടും നിന്റെ അദാബുകൾ, നിന്റെ ശിക്ഷകൾ എന്തെല്ലാമുണ്ടോ അതിനെ എല്ലാത്തിനെ തൊട്ടുള്ള കാവൽ തരണേ അല്ലാ എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ മിൻ അദാബിൻ നാർ. അതോടൊപ്പം തന്നെ ഒരു ഇസ്മ നമ്മൾ ഇന്ന് മറന്നു പോകരുതേ. അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമുണ്ട്. മഹാന്മാരായ ഉലമാക്കളെല്ലാം അവരുടെ കിതാബുകളിൽ ഈ അള്ളാഹുവിന്റെ പേരിനെ പറ്റി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഈ അള്ളാഹുവിന്റെ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ 3 ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു വാചകമാണ്. അതൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്കും അള്ളാഹു തആല, അള്ളാഹ്ക്ക് അവനോട് ഇഷ്ടമുണ്ടാകും, സ്നേഹമുണ്ടാകും. ഈ പെരുന്നാൾ കഴിയുന്നതോടെ നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന ദാസന്മാരിൽ, ദാസികളിൽ ഞാനും നിങ്ങളും പെടണം. അതിന് ഇൻഷാ അല്ലാഹ് ഈ ദുആ മറന്നു പോകരുത്. ഏത് ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ മിൻ അദാബിൻ നാർ. നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മമാരെ നിങ്ങൾ ചെയ്യുന്ന ദുആകളിൽ ഈ ദുആ കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നു പോകരുത്. സുജൂദിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ഈ ദുആ പറയാം. റുകൂഇലാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ദുആ പറയാം. അത്തഹിയാത്ത് ഓതുമ്പോൾ നമ്മൾ ഈ ദുആ പറയുന്നുണ്ട്. അത്തഹിയാത്തും സ്വലാത്തും സലാമും കഴിഞ്ഞതിന് ശേഷമുള്ള ദുആയിൽ നമ്മൾ ഈ വാചകം പറയുന്നുണ്ട്. ഇനിയോ ഒരു ഇസ്മു പറഞ്ഞു തരാം. ഏത് സമയത്തും നമുക്ക് പറയാൻ വളരെ എളുപ്പമുള്ള ഇസ്മുകളാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്, പേരാണ്, നാമമാണ് യാ റഹ്മാൻ. മറ്റൊന്ന് യാ റഹീം, മറ്റൊന്ന് യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് 3ഉം ചേർത്തിട്ട് നമുക്കൊന്ന് പറയാം. യാ റഹ്മാനു യാ റഹീമു യാ ദൽ ജലാലി വൽ ഇക്റാം. പറയാൻ തന്നെ എന്ത് രസമാണ് അല്ലെ? പറയാൻ തന്നെ എന്തൊരു സുഖമാണ്, എന്തൊരു രസമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ അടിമകളായ നമുക്ക് കിട്ടാൻ നമ്മൾ പതിവാക്കേണ്ട പുണ്യമായ 3 ഇസ്മുകൾ ചേർത്തിട്ടുള്ള വാചകമാണ് യാ റഹ്മാനു യാ റഹീമു യാ ദൽ ജലാലി വൽ ഇക്റാം. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് നിത്യമായി കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഇസ്മു പറഞ്ഞു തരുമോ? ഏത് സമയത്തും ഇപ്പോൾ ഒരുപാട് ഇസ്മുകളുണ്ടല്ലോ, അള്ളാഹിൻ്റെ 99 പേരുണ്ടല്ലോ. അപ്പം അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു ഇസ്മ, അതിന് പറ്റിയതാണ് ഈ ഒരു വാചകം യാ റഹ്മാനു യാ റഹീമു യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്ന് പറഞ്ഞേ, യാ റഹ്മാനു യാ റഹീമു യാ ദൽ ജലാലി വൽ ഇക്റാം. അതുകൊണ്ട് ഈ ദുആയും ഈ ഇസ്മും പഠിച്ചു വെക്കുക. ഇനി എൻ്റെ ഉമ്മമാരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ. അതായത് മഹത്തുക്കൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ പോലും ഈ ഒരു വാചകം നമുക്ക് കാണാം. അതായത് 4 വിഭാഗം ആളുകൾ, അല്ലാഹു തആല ഈ 4 വിഭാഗം ആളുകളെ, ഈ 4 സ്വഭാവമുള്ളവരെ പരലോകത്തൊന്നും നോക്കുക പോലുമില്ല. കരുണയുടെ നോട്ടം നോക്കില്ല, സ്നേഹത്തിൻ്റെ നോട്ടം നോക്കില്ല. അവർക്ക് അല്ലാഹു തആല ശിക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ ശാപം കിട്ടിക്കൊണ്ടിരിക്കും. റബ്ബ് കാക്കട്ടെ. അള്ളാഹിൻ്റെ ശാപം കിട്ടിയ 4 വിഭാഗം ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി മഹത്തുക്കൾ നമുക്ക് വിവരിച്ചു തരുന്നു. അർബഅത്തുൻ യുസ്ബിഹൂന ഫീ ഗളബില്ലാ വയുംസൂന ഫീ സഖത്തില്ലാ. അതായത് രാവിലെയും വൈകിട്ടും അള്ളാഹുവിൻ്റെ ദേഷ്യവും കോപവും ശാപവും കിട്ടുന്ന ഒരു 4 വിഭാഗം ആളുകൾ. റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ. ഈ 4 സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു തആല എത്രയും വേഗം അതിൽ നിന്നൊക്കെ ഒഴിവായി നല്ല ഒരു ജീവിതം നമുക്ക് നൽകുമാറാവട്ടെ. അതിൽപ്പെട്ട ഒന്നാമത്തേത് അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ. ശ്രദ്ധിക്കണേ, ആണിൻ്റെ വേഷം കെട്ടുന്ന പെണ്ണുങ്ങളും പെൺവേഷം കെട്ടുന്ന പുരുഷന്മാരും ഇന്നിപ്പോൾ അധികരിച്ചു വരികയാണ്. സ്ത്രീകളോട് സദൃശ്യമാകുന്ന പുരുഷന്മാരും പുരുഷന്മാരോട് സദൃശ്യമാകുന്ന സ്ത്രീകളും. അത് വേഷത്തിലാവട്ടെ, നടത്തത്തിലാവട്ടെ, സംസാരത്തിലാവട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, അല്ലേ? നമുക്ക് അല്ലാഹു തആല, ഇപ്പം ഞാനൊരു പുരുഷനാണ്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ആ ഒരു അസ്തിത്വം അല്ലാഹു തആല തന്നിട്ടുണ്ട്.
ഇത് രണ്ടുമല്ലാത്ത ഒരു വിഭാഗവും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പുരുഷന്റെയും സ്ത്രീയുടെയും അവയവം കിട്ടിയിട്ടുള്ള ആളുകളുണ്ടാകും. അതായത് പുരുഷനോട് സാദൃശ്യമുള്ള ഒരു സ്ത്രീ രൂപം, അല്ലെങ്കിൽ സ്ത്രീയോട് സാദൃശ്യമുള്ള പുരുഷൻ, ചിലപ്പോൾ താടി ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ ലൈംഗികമായ അവയവങ്ങൾ അത് പുരുഷൻ്റെതാകും അല്ലെങ്കിൽ സ്ത്രീയുടേതാകും. അങ്ങനെ അല്ലാഹു തആലയുടെ സൃഷ്ടികളാണ് അവരും, അല്ലാഹു തആലയുടെ സൃഷ്ടികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അതല്ലാത്ത അതായത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ചിലപ്പോൾ സ്വഭാവ സവിശേഷതകൾ ഒന്നിച്ചു കൂടിയ ആളുകളും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളെയും ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കേണ്ടത് എന്താണ്? ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് സ്ത്രീയോടാണോ കൂടുതൽ സാദൃശ്യം എങ്കിൽ അയാൾക്ക് സ്ത്രീയുടെ ഹുക്കുമാണ്. പുരുഷനോടാണോ ഏറ്റവും കൂടുതൽ സാദൃശ്യം എങ്കിൽ അയാൾക്ക് പുരുഷൻ്റെ ഹുക്കുമാണ്. അപ്പോൾ ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അയാൾ പുരുഷനോടാണോ സാദൃശ്യത കൂടുതലുള്ളെങ്കിൽ എങ്കിൽ അയാൾ പുരുഷനാണ്. സ്ത്രീയോടാണെങ്കിൽ അയാൾ സ്ത്രീയുടെ ഹുക്കുമാണ്, വിധിയാണ്. ഇങ്ങനെയാണ് ദീൻ പഠിപ്പിക്കുന്നത്. ഇന്ന് കുറേ ആളുകളുണ്ട് അവർ വന്നിട്ട് ജനിക്കുന്നതൊക്കെ പുരുഷനായിട്ടാണ്, ജീവിക്കുന്നതൊക്കെ പുരുഷനാണ്, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ എന്താണ് ഈ പുരുഷനായിട്ട്, എനിക്ക് മനസ്സ് തോന്നുന്നു ഞാനൊരു സ്ത്രീയാണ്, ചുമ്മാ അങ്ങോട്ട് തോന്നലാണ്. അയാളുടെ നടത്തത്തിനും കുഴപ്പമില്ല, പെരുമാറ്റത്തിനൊന്നും കുഴപ്പമില്ല, പെട്ടെന്നൊരു തോന്നലാണ് ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനല്ല. എന്നിട്ടോ പിന്നെ സ്ത്രീയുടേതായ രൂപം വരാൻ, രൂപ സാദൃശ്യം ഉണ്ടാവാൻ ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ്, ഇഞ്ചക്ഷൻ എടുക്കുകയാണ്, ഹോർമോണുകൾ കുത്തിവെക്കുകയാണ്. അങ്ങനത്തെ പരിപാടി ഇസ്ലാമിലില്ല. അത് പ്രത്യേകം, ഇതൊക്കെ മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത് ഒന്ന്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പെൺകുട്ടികളായിരിക്കും എപ്പോഴും പുരുഷൻ്റെ വേഷം ധരിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളായിരിക്കും സ്ത്രീകളുടെ വേഷം ധരിച്ച് നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ മക്കളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം, ആ ഒരു പരിപാടി നമ്മൾ ഇന്നത്തോടെ നിർത്തുക. കാരണം അള്ളാഹ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്ത കാര്യമാണത് കേട്ടോ. അതുപോലെ സ്ത്രീക്ക് സ്ത്രീയുടേതായ മഹത്വമുണ്ട്, പുരുഷന് പുരുഷൻ്റേതായ മഹത്വമുണ്ട്. അതൊക്കെ വകവെച്ചു കൊടുക്കണം. പക്ഷേ ഇന്ന് കുറേ ആളുകൾ സ്ത്രീ വേഷം ധരിച്ച് നടക്കുന്നു, പുരുഷന്മാർ സ്ത്രീ വേഷം ധരിച്ച് നടക്കുന്നു, സ്ത്രീകൾ പുരുഷ വേഷം ധരിച്ച് നടക്കുന്നു. അങ്ങനെ പാടില്ല. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തേത്, ഇത് വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്കതിൻ്റെ മസാലകളും കാര്യങ്ങളൊക്കെ പറയാം. രണ്ടാമത്തേത് ആഖുൽ വാലിദൈൻ. പരലോകത്ത് അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടൊന്നല്ല, ഒന്നും നോക്കുക പോലുമില്ല, ഒരു പരിഗണനയും കൊടുക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അത് ഉമ്മാനെയും വാപ്പയാനെയും ഇടങ്ങേറാക്കുന്ന ആളുകളാണ്. മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്ന ആളുകൾ അല്ലേ. അത് ഒരിക്കലും രക്ഷപ്പെടൂല. എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും, ഇനി ഹറമിൽ കിടന്ന് മരിച്ചാലും, അതുപോലെ തന്നെ കഅബയുടെ കില്ല പിടിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നതെങ്കിലും ഉമ്മാനെയും വാപ്പാനെയും ഇടങ്ങേറാക്കിയ ആളുകളാണെങ്കിൽ, മാതാപിതാക്കളോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്തവരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തോ അള്ളാഹുവിൻ്റെ ഒരു സ്നേഹമോ ഉണ്ടാവില്ല. റബ്ബി റിളൽ വാലിദൈൻ, സുഹുത്തി റബ്ബി ഫി സുഹുത്തിൽ വാലിദൈൻ. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നത് മാതാപിതാക്കളുടെ തൃപ്തി കിട്ടിയാലാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്നത് ഉമ്മാടെയും ബാപ്പാടെയും സ്നേഹം ഉണ്ടായാൽ മാത്രമാണ്. ഉമ്മാടെയും ബാപ്പാടെയും ദേഷ്യമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദേഷ്യമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തേത്, അതായത് ഇപ്പോഴും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉമ്മാനോടോ വാപ്പാനോടോ പിണക്കമാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മാനോട് വാപ്പാനോട് പിണക്കം, അതും നമ്മുടെയൊക്കെ ഉമ്മയാണ് വാപ്പയാണ്. അപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഉമ്മയും വാപ്പയല്ല, നമ്മുടെ ഭാര്യയുടെ ഉമ്മയും വാപ്പയും, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും, അവരോടും കടമയും കടപ്പാടൊക്കെ ഉണ്ട്, അത് നിർവഹിക്കുക. പിന്നെ മൂന്നാമത്തേത് മല്ലം യദഅല്ലാഹ സുബ്ഹാനഹു വളിബ അലൈഹി. അതായത് ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നില്ല എങ്കിൽ അവനോടും അള്ളാഹ്ക്ക് ദേഷ്യമാണെന്ന്. എങ്ങനെ? ഒരാൾക്ക് ദുആ ചെയ്യാനുള്ള അവസരം ഉണ്ട്, ഒരുപാടുണ്ട്, അയാൾക്കൊന്ന് ദുആ ചെയ്യണം, ദുആ ചെയ്യാനുള്ള അവസരമുണ്ട്, പക്ഷേ അയാൾ ദുആരക്കുന്നില്ല. ഒരിക്കലും അള്ളാഹിനോട് ഒരു കാര്യവും ചോദിക്കാത്തവർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണ്? അള്ളാഹിനോട് ചോദിക്കുന്നവരെ. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ ദുആകൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. ദുആ ചെയ്യാത്തവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടം അള്ളാഹിനോട് ചോദിക്കുന്നവരെയാണ്. മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ഒന്നും ചോദിക്കാത്തവരെയാണ്. അല്ലേ, എടാ കുറച്ച് പൈസ തരുമോ, അല്ലെങ്കിൽ ആ സാധനം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നവരെ മനുഷ്യന്മാർക്ക് വെറുപ്പാണ്. അവൻ വന്ന് ചോദിക്കും എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷെ അള്ളാഹ്ക്ക് എന്താണ്? ചോദിക്കുന്നവരാണ് ഇഷ്ടം, ചോദിക്കാത്തവരെ ഇഷ്ടമല്ല. അതുകൊണ്ട് പരമാവധി ദുആ നമ്മൾ അധികരിപ്പിക്കുക. പിന്നെ നാലാമത്തെ വിഭാഗം, ഇബാദത്തുകൾക്ക് മടി. നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ മടിയാണ്. എന്താണ്? നന്നായി പോവില്ലേ? അങ്ങനെ ഇബാദത്തുകൾ ചെയ്യാനൊരു മടി, തട്ടമിടാൻ,
അതുപോലെ ശരീരം മറച്ച് നടക്കാൻ, നിസ്കരിക്കുമ്പോൾ തൊപ്പി വെക്കാൻ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാലം കൊണ്ട് കയറാൻ, അതുപോലെ തന്നെ സുന്നത്തുകൾ എടുക്കാൻ, ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്യാൻ മടിയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ, അള്ളാഹുവിൻ്റെ കോപം നമുക്കുണ്ടാകും. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇസ്മു പഠിച്ചു, ഇന്നൊരു ദുആ പഠിച്ചു, അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന 4 വിഭാഗത്തെ പഠിച്ചു. അള്ളാഹു തആല ആ ദുആയും ഇസ്മും പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്നവരെ തൊട്ട് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ 4ാം പെരുന്നാൾ അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഉദ്ഹിയ്യത്ത് അറുത്തവരാണ്, നമ്മൾ ഒരുപാട് ദിക്ർ സ്വലാത്ത് തസ്ബീഹൊക്കെ പറഞ്ഞവരാണ്. എല്ലാം അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ വിശദമായി കമൻറ്റുകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട്. റബ്ബേ, എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കൊക്കെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നിറച്ചു നൽകണേ റഹ്മാനെ. ജീവിതം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാം നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തണേ, അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഒരുപാട് രോഗത്തിൽ കഴിയുന്ന സഹോദരിമാരുണ്ട്. ഈ നരമ്പിൻ്റെ പ്രശ്നമായിട്ട് ഒരു ഭാഗം തളർന്നുപോയി, അപ്പോൾ കാലൊക്കെ ശരിയായി വരുന്നു, കൈ ശരിയായി വരുന്നു, അങ്ങനെ പ്രസാദ് പ്രത്യേകം ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.